വേദിയിലിരിക്കുന്ന ഏവ് സർ, other honorable dignitaries on and off the dais, students, parents, a warm good afternoon to all. അപ്പോൾ ഞാൻ സാറ് പരിചയപ്പെടുത്തിയപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി, ഞാൻ നേരത്തെ സംസാരിച്ച ആൾ പറഞ്ഞു 10 വർഷം പഴക്കമാണ്. ആൾക്ക് 10 വർഷം പഴക്കമാണെങ്കിൽ എനിക്ക് 20 വർഷം പഴക്കമുണ്ട്. അപ്പം മോസ്റ്റ്ലി നിങ്ങൾ കുറേ പേരൊന്നും ജനിച്ചിട്ട് പോലും ഉണ്ടാവില്ല. 2004 ഞാനിവിടെ ഉണ്ടായിരുന്നത്. അപ്പോൾ എൻ്റെ ഒരു സ്റ്റോറി പറഞ്ഞാൽ, സാർ പറഞ്ഞ പോലെ ഞാൻ സാറിൻ്റെ നാട്ടുകാരിയാണ്. ഞാൻ 10ാം ക്ലാസ് വരെ നാട്ടിൽ തന്നെയുള്ള സ്കൂളിലാണ് പഠിച്ചത്. അത് കഴിഞ്ഞിട്ട് +1 +2 തൃശ്ശൂരിൽ പോയി. അന്ന് തൃശ്ശൂരാണ്, ഒത്തിരി സെൻറ്റേഴ്സ് അന്നില്ല ഈ എൻട്രൻസ് കോച്ചിങ്ങിൻ്റെ ഫീൽഡിൽ. അപ്പോൾ അവിടെ പോയപ്പോഴത്തേക്കും വേറൊരു ലോകമായിരുന്നു. കാരണം നമ്മൾ മലപ്പുറത്ത് ഒരു ചെറിയ സ്കൂളിൽ പഠിച്ച ഒരു കുട്ടി അവിടെ ചെല്ലുമ്പോൾ സ്റ്റേറ്റിലെ ടോപ്പേഴ്സും ഒക്കെ വരുന്നു, ഭയങ്കര എൻറ്റയർലി ഡിഫറെൻ്റ് ആയിട്ടുള്ള. അങ്ങനെ അവിടെ മനസ്സ് മടുത്ത് ഒരു തവണ എൻട്രൻസ് എഴുതി മനസ്സ് മടുത്താണ് ഞാൻ ഇനി എഴുതുന്നില്ല, കിട്ടിയതിന് പോവാം എന്നൊക്കെ വിചാരിച്ചിരിക്കുമ്പോഴാണ് സാറ് എന്നെ വിളിപ്പിച്ചു. 1 മണിക്കൂർ എന്നെ ഇരുത്തി സംസാരിച്ചു, എന്നെ മോട്ടിവേറ്റ് ചെയ്തു. ആ 1 മണിക്കൂറിൻ്റെ അവസാനത്തിൽ പിന്നെ എനിക്കൊരു സംശയം ഉണ്ടായിരുന്നില്ല, ഞാൻ റിപ്പീറ്റ് ചെയ്യാൻ തീരുമാനിച്ചു. അപ്പം ഇപ്പം ഞാൻ എന്താണോ അതായതിന് ഞാനൊരു ഈ വേൾഡിൽ 2 പേർക്ക് ക്രെഡിറ്റ് കൊടുക്കുമെങ്കിൽ ഒന്ന് എൻ്റെ ഉപ്പയാണ്, ഒന്ന് ഏവ് സാറാണ്. കാരണം അതൊരു വഴിത്തിരിവായിരുന്നു എൻ്റെ ലൈഫിൽ, ആ ഒരു കൂടിക്കാഴ്ച, ആ 1 മണിക്കൂർ. പിന്നെ എപ്പോഴൊക്കെ ഞാൻ ഡൗൺ ആകുമ്പോഴും സാർ എന്നെ മോട്ടിവേറ്റ് ചെയ്യും. പിന്നെ അന്ന് ഇതുപോലത്തെ ഇത്രയും ഗ്രാൻഡ് ആയിട്ടുള്ളൊരു യൂണിവേഴ്സിലല്ല. ഇറ്റ് വാസ് സ്റ്റാർട്ടഡ് ഓഫ് ആസ് എ വെരി ഹംബിൾ വേ. ആ ഒരു ഇപ്പം എനിക്ക് തോന്നുന്നു ഇറ്റ്സ് വർക്കിംഗ് അറ്റ് എ ഹോസ്പിറ്റൽ. ആ ഒരു അൽമാസ് ഹോസ്പിറ്റൽ ഇപ്പം നിൽക്കുന്ന ആ ഒരു ബിൽഡിങ്ങിലായിരുന്നു. വളരെ കുറച്ച് കുട്ടികളൊക്കെ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷേ ഇവിടെ വന്നപ്പോൾ ഇവിടെ പഠിക്കാൻ തുടങ്ങിയപ്പോഴത്തേക്കും എനിക്ക് അതിൻ്റെ ഒരു ഡിഫറൻസ് ഭയങ്കരമായിട്ട് ഫീൽ ചെയ്തു. ഇപ്പോൾ വേറൊരു സെൻറ്ററിൽ ഓൾറെഡി എക്സ്പോഷർ ഉള്ള ഒരാളായിരുന്നു. പക്ഷേ ഇവിടെ വരുമ്പോൾ വളരെ സമാധാനപരമായിട്ട്, വളരെ നമുക്ക് എന്താ പറയുക, ഒരു ഹോംലി ഫീലായിട്ട് നമുക്ക് പഠിക്കാൻ പറ്റി എന്നുള്ളത് കൊണ്ട് മാത്രമാണ് എനിക്ക് അങ്ങനെ കയറാൻ പറ്റിയത് എന്നുള്ളത് എനിക്ക് തീർച്ചയായിട്ടും ഉറപ്പിച്ച് പറയാൻ പറ്റും. പിന്നെ ബാക്കി നിങ്ങൾക്ക് മോട്ടിവേഷൻ കാര്യങ്ങളൊക്കെ, പഠിത്തത്തിൻ്റെ കാര്യങ്ങളൊന്നും ഇപ്പം ഞാൻ പറയുന്നതിലൊരു അർത്ഥമില്ല. കാരണം സിലബസൊക്കെ ഒത്തിരി മാറിപ്പോയിട്ടുണ്ടാവും. ഈവൻ ഇവിടുത്തെ ടീച്ചേഴ്സിനെ കാണുമ്പോഴൊക്കെ ദേ ഓൾ ലുക്ക് വെരി യങ്. അപ്പോൾ അതിൻ്റെ കാര്യങ്ങളൊക്കെ എല്ലാവരും പറഞ്ഞിട്ടുണ്ടാവും. സോ നിങ്ങൾക്ക് ഇത്രയും നല്ലൊരു പ്ലാറ്റ്ഫോം, ഇത്രയും നല്ല ലീഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇത്രയും നല്ല ടീച്ചേഴ്സ് എല്ലാം അതിനെ മാക്സിമം യൂട്ടിലൈസ് ചെയ്യുക. നേരത്തെ സംസാരിച്ചവർ പറഞ്ഞ പോലെ തന്നെ ഇപ്പം നമ്മൾ കുറച്ച് കഷ്ടപ്പെട്ടാലും യു വിൽ ഹാവ് എ വെരി ബ്രൈറ്റ് ഫ്യൂച്ചർ. അപ്പോൾ നമ്മളിപ്പോൾ ഞാൻ ഡോക്ടർ ആയതുകൊണ്ട് പറയുകയാണ്, ഡോക്ടർ ആവുന്നതുകൊണ്ടുള്ളൊരു അഡ്വാൻറ്റേജ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇപ്പോൾ നമ്മളെല്ലാവർക്കും നമുക്ക് ഒരു സൊസൈറ്റിയിലേക്ക് നമുക്ക് എന്തെങ്കിലും ചെയ്യണമെന്ന് ആഗ്രഹം ഉണ്ടാവും അല്ലേ? പൈസ വേണം, ജീവിക്കണം, അതൊക്കെ ശരി തന്നെ. പക്ഷെ അത് ഒരു ബാക്കിയാവുന്നത് നമ്മൾ എന്ത് ചെയ്യുന്നു എന്നുള്ളതാണ് ഒരു സൊസൈറ്റിയിലേക്ക്. പക്ഷേ ഒരു ഡോക്ടർ ആകുമ്പോൾ നമുക്ക് ഇറ്റ്സ് വെരി ഈസി. ആ ഒരു സൊസൈറ്റിയിലേക്കുള്ള കോൺട്രിബ്യൂഷൻ കൊടുക്കുക ഓൺ ഡേ ടു ഡേ ബേസിസ് യു ക്യാൻ ഗെറ്റ് ടു ഹെൽപ്പ് പീപ്പിൾ. അപ്പോൾ അത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. അതുപോലെ തന്നെയാണ് ബാക്കി ഏത് മെഡിക്കൽ സ്പെഷ്യാലിറ്റീസും. അപ്പം അത് ഞാൻ മെഡിക്കൽ ആയതുകൊണ്ട് ഞാനത് പറഞ്ഞു എന്നേ ഉള്ളൂ. അപ്പോൾ നമ്മൾ നിങ്ങളുടെ കരിയർ സക്സസിൻ്റെ കൂടുതൽ ഈ ഒരു കാര്യം കൂടെ മനസ്സിൽ വേണം. ഹാർഡ് വർക്ക് ചെയ്യുക, കോൺഫിഡൻ്റ് ആയിട്ടിരിക്കുക, ടെൻഷൻ അടിക്കാതിരിക്കുക. യു വിൽ ഗെറ്റ് ദെയർ. ഓക്കെ, താങ്ക് യു.